നമസ്കാരം, ഞാൻ രതീഷ് രാജൻ. കൊല്ലവർഷം 1201 ആണ്ട്, അതായത് ഓഗസ്റ്റ് മാസം 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ 2026 ഓഗസ്റ്റ് മാസം 16-ാം തീയതി വരെയുള്ള ഒരു വർഷക്കാലം മകം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. മകം നക്ഷത്രം ചിങ്ങക്കൂറിൽ വരുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് മകം നക്ഷത്രം. ഈ ഒരു സമയത്ത് ചാരവശാല് വ്യാഴം 11-ൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് വളരെയധികം ഈശ്വരാധീനമുള്ള ഒരു സമയമാണ് മകം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്കുള്ളത്. എന്നാൽ വീഴ്ചകൾ, ഒടിവ് ചതവുകൾ, വാഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവാതെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. പ്രത്യേകിച്ച് മരുന്നുകൾ കഴിക്കേണ്ടി വരിക, മുറിവുകൾ ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഉയരങ്ങളിലൊക്കെ കയറി ജോലി ചെയ്യുന്ന ആളുകൾ ഈ ഒരു സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കാലിന് ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ, കാലിന് വേദന, നീർക്കെട്ട് പോലുള്ള ചില അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അഷ്ടമത്തിൽ ശനിയുള്ളതുകൊണ്ട് പൊതുവെ കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഒരു താമസവും ഒക്കെ ഉണ്ടായേക്കാം. കാര്യങ്ങൾ സാധിക്കുന്നതിനൊക്കെ ഒരു താമസം ഉണ്ടാകും. പക്ഷേ സാധിക്കാതിരിക്കില്ല. വ്യാഴം 11-ലുള്ളതുകൊണ്ട് ഈശ്വരാധീനം നന്നായിട്ടുള്ളതുകൊണ്ട് ഒന്നും സാധിക്കാതെ ഇരിക്കില്ല. പക്ഷേ അതിന് ചില തടസ്സങ്ങളോ താമസങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. നേരത്തെ പറഞ്ഞ അസുഖങ്ങളാണെങ്കിൽ പോലും അതൊന്നും വലിയ ഗൗരവമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവുമെന്നുള്ള ഭയക്കേണ്ടതില്ല. കാരണം വ്യാഴം 11-ൽ, സർവേശ്വരകാരകനായ വ്യാഴം 11-ലുള്ളതുകൊണ്ട് ഈശ്വരാധീനം നന്നായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ ദേഷ്യം, അനാവശ്യമായിട്ടുള്ള, പൊതുവേ മക നക്ഷത്രക്കാർ ദേഷ്യം കൂടുതലുള്ളവരായിരിക്കും. അനാവശ്യമായിട്ടുള്ള ദേഷ്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ദേഷ്യങ്ങളൊക്കെ സ്വയം നിയന്ത്രിക്കുക. യോഗയോ മെഡിറ്റേഷനോ പോലെയുള്ള അല്ലെങ്കിൽ നാമജപങ്ങളോ ഒക്കെ പോലെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് ആത്മനിയന്ത്രണം കുറച്ചുകൂടി ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള വഴക്കുകളിലേക്കൊക്കെ പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതിനും പുതിയ കരാറുകളിലൊക്കെ ഒപ്പിടുന്നതിനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഈ ഒരു സമയം നല്ല തരത്തിലുള്ള പ്രയോജനങ്ങളൊക്കെ ഉണ്ടാവും. കൂടുതലായിട്ടുള്ള പുതിയ വീഡിയോകളൊക്കെ ചെയ്യുന്നതിനും പല മേഖലകളിലേക്ക് തിരിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊക്കെ ഈ ഒരു സമയത്ത് അവർക്ക് സാധിക്കും. വ്യാഴം 11-ലായതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക ലാഭം ഇവർക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന പല സൗഹൃദങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവുന്നൊരു പ്രവണത ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ദോഷം ഈ ഒരു സമയത്ത് മകം നക്ഷത്രക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ സൗഹൃദങ്ങളിൽ നിന്നും അകൽച്ച പാലിക്കാതെ